ഗേൾസ് നിഹാൽ സാറാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് പറയാൻ വേണ്ടി പോകണം. ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോരും, നിർബന്ധമായും ഈ ടോപ്പിക് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിന് ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ എൻ്റെ മനസ്സ് പറയുന്നത്. പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുക. ആദ്യ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ, പഴശ്ശി കലാപത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. പഴശ്ശി കലാപം വളരെ ഡീറ്റെയിൽ നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞ കലാപം കൂടിയാണ്. എന്താ പഴശ്ശി കലാപത്തിൻ്റെ കാരണം എന്താ? നമുക്കറിയാം, പഴശ്ശിരാജ വയനാട്ടിലെ അല്ലെങ്കിൽ മലബാറിലെ കോട്ടയം പ്രദേശ രാജാവ് അല്ലേ. കാരണം ആദ്യം ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാര്യം മൈസൂർ യുദ്ധത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അതിന് പകരമായി ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞു കോട്ടയം പ്രദേശം നികുതി പിരിക്കാനുള്ള അവകാശം തരാമെന്ന്. പക്ഷേ കൊടുത്തില്ല, അവിടെ തെറ്റി. അവസാനം നികുതി കൊടുക്കേണ്ടെന്ന് നാട്ടുകാരോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു. അത് വലിയ പ്രശ്നത്തിലേക്ക് പോയി. അവസാനം പഴശ്ശി തൻ്റെ താവളം വയനാട്ടിലേക്ക് മാറ്റി പ്രദേശവാസികളെല്ലാം കൂടി ചേർത്ത് ഗൊറില്ല യുദ്ധം ആർക്ക് നടത്താൻ ബ്രിട്ടീഷുകാർക്ക് നടത്താണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ പഠിച്ചു വെക്കുക. അതെന്തെല്ലാം രീതിയിലാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, എടുത്ത നടപടികളൊക്കെ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. രണ്ടാമതൊരു ചോദ്യം മക്കളെ, വയനാട്ടിലെ ആദിവാസി ജനതയെ കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ചോദിക്കാം, കുറിച്യ റിവോൾട്ടിന്റെ കാരണങ്ങൾ എന്തെല്ലാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ കുറിച്യ റിവോൾട്ടിന്റെ കാരണങ്ങൾ എഴുതുക. ചില 3 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ കാരണം മാത്രം എഴുതി വെച്ചാൽ അല്ലേ. ട്രൈബൽ പീപ്പിൾ ഫാക്ട് ടു ലാൻഡ് ഓവർസീസ് അല്ലേ, എന്നാണ്. പിന്നെ അവിടുത്തെ ട്രൈബൽ പീപ്പിൾസിന് ഗോത്രക്കാരെ ഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ അവർ അത്രയും കാലം ചെയ്ത കൃഷിരീതി, ട്രഡീഷണലായി ചെയ്ത തദ്ദേശീയപരമായ കൃഷിരീതികൾ എന്ത് ചെയ്തു, പിന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല, ബ്രിട്ടീഷുകാരുടെ രീതിയിൽ കൃഷി രീതി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ദ ബ്രിട്ടീഷ് ഡിമാൻഡ് മണി ഇൻസ്റ്റെഡ് ഓഫ് ഗുഡ് ആസ് ടാക്സ്. സാധനങ്ങൾക്ക് നികുതിയായിട്ട് എന്തിനാ കൊടുക്കണം, പണം തന്നെ നികുതിയായി കൊടുക്കണം എന്ന് ആരും പറയാണ്, ബ്രിട്ടീഷുകാർ പറയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതാ മക്കളെ, ഈ ടോപ്പിക്ക് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ ദ മാസ് മൂവ്മെൻറ്റ്, കേരളത്തിലെ ബഹുജന പ്രസ്ഥാനങ്ങൾ ചാപ്റ്ററിൽ നിന്ന് മാസ്റ്റർ ഫോളോയിങ് ചോദ്യമായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൽ നിന്ന് മാസ്റ്റർ ഫോളോയിങ് ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കും, നിർബന്ധമായും പഠിച്ചിരിക്കുക. ഓക്കെ, ഏതൊക്കെ മക്കൾ, ഇതിൽ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്താണ്. അത് ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്. എക്സാമ്പിൾ ഞാൻ കൊടുത്താണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും ചോദിക്കും, സോഷ്യൽ റിഫോം അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ അവരുടെ ആക്ടിവിറ്റീസിനെയും പറ്റിയിട്ട്. ഇവിടെ ശ്രീനാരായണ ഗുരു ഉണ്ട്, ചട്ടമ്പി സ്വാമികളുടെ അയ്യങ്കാളി ഉണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്താണ്, അരിവിപുരം ശിവപ്രതിഷ്ഠ നടത്തി അല്ലേ. ചട്ടമ്പി സ്വാമികൾ അവരുടെ ഒപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം ത്രൂ റൈറ്റിംഗ്സ്, അവരുടെ എഴുത്തുകളിലൂടെ ജാതി വ്യവസ്ഥയും കാസ്റ്റ് സംവിധാനത്തെ വേണ്ടി എതിർത്ത ആളാണ്. അയ്യങ്കാളി എന്ത് നടത്തിയാണ്, വില്ലുവണ്ടി സമരവും കല്ലുമാല സമരക്കാരി നടത്തിയിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി നടത്തിയിട്ടുണ്ട് അല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രിപ്പയർ എ ഷോർട്ട് ഓൺ സ്ട്രഗിൾ ഫോർ സിവിൽ റൈറ്റ്സ് ആൻഡ് ദെയർ അച്ചീവ്മെന്റ്. സിവിൽ റൈറ്റ്, അതായത് പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യങ്ങൾ എന്ത് എഴുതുക, കേരളത്തിലെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ ചോദിച്ചാൽ ആദ്യം എഴുതുന്ന ഏതാണ്, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ ചാന്നാർ ലഹള ആൻഡ് ദ പാലിയം സത്യാഗ്രഹം. ഈ 4 കാര്യങ്ങളാണ്. ഇനി നേരെ സെപ്പറേറ്റ് ചോദിക്കും. സെപ്പറേറ്റ് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ചോദിക്കുകയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം എന്നാൽ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം, റൈറ്റ് ടു ട്രാവൽ. വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള നടപടിയുടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണെന്ത്, വൈക്കം സത്യാഗ്രഹം. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ. അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു അല്ലേ, കേരളത്തിൽ ഉൾപ്പെടെ ആളുകളുണ്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇടപെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ സമരം എന്ത് ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവകാശം നൽകുന്നത് അല്ലെ, നടക്കാനുള്ള അവകാശം. അതുപോലെ തന്നെയാണ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടി നടത്തിയ, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അല്ലേ, എല്ലാ ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടാണ്. ഇതും പഠിക്കണം. ഇത് കേരള സാംസ്കാരിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ്സാണ്. ചാന്നാർ ലഹള നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അടുത്ത തിരുവിതാംകൂറിലെ ജനകീയ സമരങ്ങൾ മലബാറിലെ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പ്രസ്താവിക്കുക അല്ലെ. മലബാറിലെയും തിരുവിതാംകൂറിലെയും ബഹുജന സമരങ്ങളിലെ പ്രധാനപ്പെട്ട വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്താ, മലബാർ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ഭരിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ നാഷണൽ മൂവ്മെന്റ്സ് വളരെ സജീവമായി മലബാറിലുണ്ടായിരുന്നു. പക്ഷേ തിരുവിതാംകൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സമരങ്ങളൊക്കെ അവിടുത്തെ രാജാക്കന്മാർക്കില്ലേ ദുർഭരണത്തിനെതിരെ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരിന് വേണ്ടി നടപ്പിലാക്കിയ സമരങ്ങൾ അല്ലേ, അല്ലെങ്കിൽ അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി ഉത്തരവാദിത്തമുള്ള സർക്കാർ വേണ്ടി നടത്തിയ സമരം എവിടെ, കൊച്ചിയിലായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ നടത്തിയ എന്താ, റിസർവേഷന് വേണ്ടി നടത്തിയ, ജോലിയിലും മറ്റു പല കാര്യത്തിലും സംവരണത്തിനും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്ക് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ ആര് നടത്തിയതാ, ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ്. പിന്നെ ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപുൻ അല്ലെ. എന്നാൽ തിരുവിതാംകൂറിലെ സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറിലെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തത്. രണ്ടാമത് ഈഴവ മെമ്മോറിയൽ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ജോലികളിൽ മതിയായ പ്രാതിനിധ്യം അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നടത്തിയത്. ഡോക്ടർ P. പൽപു ആണ് നടത്തിയത്. 1896 സെപ്റ്റംബർ 3-നാണ് ആ കാര്യം നോട്ട് ചെയ്തത്. പിന്നെ നിവർത്തന പക്ഷം എന്തായിരുന്നു, അവിടുത്തെ ഹിന്ദുക്കളും പിന്നെ ക്രിസ്ത്യൻസും ഈഴ വിഭാഗവും ഒറ്റക്കെട്ടായിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനും റിസർവേഷനും അവർക്ക് പിന്നെ നിയമസഭയിലേക്കും ജോലിയിലൊക്കെ ആനുപാതികമായി അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായി
റിസർവേഷൻ കിട്ടാൻ വേണ്ടി നടത്തിയ മൂവ്മെന്റ്സ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു. ഓക്കെ, ഇത് വളരെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധം നിങ്ങൾ പഠിച്ചിരും, എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് തോന്നുകയാണ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂപോണിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണം തോന്നുകയാണ്. എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കുക. പക്ഷെ അപ്പോഴേക്ക് ഈ 2000 ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, താഴത്തെ ഫോമിൽ ഒന്ന് ഫിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കായി നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ ചെറിയ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഈ നമ്മുടെ ലൈവിലും നോട്ടും ബാക്കി എല്ലാ അപ്ഡേറ്റ്സും കിട്ടുക കമ്മ്യൂണിറ്റിയിലാണ്. അതുപോലെ നമ്മുടെ ലൈവ് ബാക്കി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽ നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും. എല്ലാവരും ലൈവിലേക്ക് എത്തുക, ബാക്കി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നല്ല മക്കളായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.